നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഏറ്റവും നല്ല കോച്ച് ടഫായിട്ടുള്ള ടെസ്റ്റുകൾ തരും. പിന്നീട് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചിട്ടുള്ള ഒരു ഗുരുനാഥനെ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്നത്. ഗുരുനാഥനൊക്കെ നമ്മളൊരു വർഷം പല ആൾക്കാർ ഓർക്കുന്ന ദിവസങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു പക്ഷേ ചെറുപ്പത്തിൽ നമുക്ക് അദ്ദേഹം ചിലപ്പം ടഫായിട്ട് ചിലപ്പോൾ ശിക്ഷിച്ചിട്ടുണ്ടായിരിക്കും. കാരണം പിന്നീടാണ് മനസ്സിലാകുന്നത് നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ എല്ലാ പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റോറികളും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോച്ച് ചെയ്യുന്ന ആളാർ ഓർത്തിരിക്കുക. ടഫായിട്ടുള്ള പല സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെ ഇപ്പോൾ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവാം. ഈ ടഫായിട്ടുള്ള കാര്യത്തിന് ശേഷം നേരെ ഒരു 360 ഡിഗ്രി ഷിഫ്റ്റ് ഉണ്ടാവും എന്നുള്ളവരും വിശ്വസിക്കുക. അത് വിശ്വസിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. അത് വിശ്വസിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാവും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചോദ്യത്തിന് ഉത്തരവില്ല. അത് അങ്ങനെയാണ്, അത് നമ്മൾ വിശ്വസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് എക്സ്പ്ലോർ ചെയ്യുക, ഫുള്ളസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക. നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ കപ്പാസിറ്റി ഇതൊന്നുമല്ല. നമ്മുടെ കപ്പാസിറ്റി നമ്മളിപ്പോൾ എന്താണോ അതിൻ്റെ 100-1000 ഇരട്ടി കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ. ലോകത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ആൾക്കാരൊന്നും വലിയ ഭയങ്കര മാനുഷിക ശക്തി ഉണ്ടായിട്ടൊന്നുമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഫുള്ളസ്റ്റ് അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജീവിതം അവർ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ അവർ തീരുമാനിച്ചു എന്ന് മാത്രമേ അവരും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ. അതിന് ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൺസിസ്റ്റൻസി പെർസിസ്റ്റൻസി ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. 90-90-1 എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ്. അതിരാവിലെയുള്ള സമയം 90 മിനിറ്റ് 90 ദിവസം ഒറ്റ ഫോക്കസ് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് നമ്മൾ വിജയിക്കും. അൺഫോർച്ചുനേറ്റ്ലി മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ 89ാമത്തെ ദിവസം നിർത്തിപ്പോകും. നമ്മൾ പല ആൾക്കാരെയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മിഡിൽ ക്ലാസ് ആകുന്നതിൻ്റെ ഒരേ ഒരു കാര്യം, അവർ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അതിലേക്ക് അവർക്ക് ഈ പറഞ്ഞ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ, ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നിടം വരെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരാൾക്കാണ് ഏതിലും വിജയിക്കാൻ പറ്റുള്ളൂ. ഇന്നതൊന്നുമില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ആക്ടിവിറ്റിയാണല്ലോ. ഒരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കാം, പല പ്രാവശ്യം ആലോചിക്കാം, ചിന്തിക്കാം, സംശയങ്ങൾ ചോദിക്കാം, നെഗറ്റീവ് പറയാം, എല്ലാം സ്കോപ്പുണ്ട്. മൈൻഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. 90 ഡേയ്സ് പ്രോഗ്രാമായിട്ട് എടുക്കുക. 90 ഡേയ്സ് ഇതിനകത്ത് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് ചിലപ്പോൾ ദിവസങ്ങൾ റിസൾട്ടുമായിട്ട് നിങ്ങൾ നോക്കണ്ട, നമ്മൾ ചെയ്യാനുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ചില ആൾക്കാർക്ക് തുടക്കത്തിൽ ഒരു വലിയ ബ്രേക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. വെയിറ്റ് ചെയ്യുക, ക്ഷമ കാണിക്കുക. റിസൾട്ട് ഒരു ദിവസം വരും, ഒരു സംശയമില്ല. സ്റ്റേ ബാക്ക് ചെയ്യുക. ഒരു ദിവസത്തേക്കുള്ളൊരു കാര്യമല്ല ചെയ്യുന്നത്. ഇറ്റ്സ് എ ലോങ് ജേർണികളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ മാരത്തോൺ ഓടുന്ന സമയത്ത് ആദ്യത്തെ പല ആൾക്കാരും ആദ്യം ഓടുന്നവരായിരിക്കണം എന്നില്ല ആദ്യം അവസാനം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത്. മാരത്തോൺ ലോങ് ജേർണികൾ മുഴുവൻ അങ്ങനെയാണ്. 100 മീറ്റർ ഓട്ടറാണ് ചിലപ്പോൾ ശരിയാക്കി. ലോങ് ജേർണികൾ മുഴുവനും അങ്ങനെയാണ്. സ്റ്റാർട്ടിങ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പിഴച്ചെന്നിരിക്കും, സ്റ്റാർട്ടിങ് വിചാരിച്ചാലും ഉണ്ടായില്ലെന്നിരിക്കും. പക്ഷേ സ്റ്റേ ബാക്ക് ചെയ്യുക. നമ്മുടെ ഒരു ദിവസം വരാതിരിക്കത്തില്ല. അതിനുവേണ്ടി പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ മറ്റുള്ള ആൾക്കാരെ ചിലപ്പോൾ കളിയാക്കും. മറ്റുള്ള ആൾക്കാരെ ചിലപ്പം നമ്മൾ എപ്പോഴും നമുക്ക് കാണാമെന്നല്ലോ, നമ്മുടെ ക്ലോസ് സർക്കിളിലോ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനോ ഒക്കെ ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. നമ്മൾ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ കളിയാക്കലിനകത്ത് അവരിൽ ഒരാളായിട്ട് മാറിപ്പോകാതെ നമ്മളൊരു വലിയ ലക്ഷ്യം ഫോക്കസ് ചെയ്യുക. ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് വേറൊരാളുടെ അഭിപ്രായത്തിന് നമ്മൾ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ മറ്റുള്ള ആൾക്കാർ നമുക്ക് വാല്യൂ തരുമോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാട്ടർ ബോട്ടിൽ നമ്മളെല്ലാവരും കുടിക്കുന്ന വെള്ളം നമ്മൾ സാധാരണ ഒരു റീറ്റെയിൽ കടയിൽ നിന്ന് 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. 20 രൂപയ്ക്ക് കിട്ടുന്ന ഈ വെള്ളം തന്നെ ഇതൊരു 5 സ്റ്റാർ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ അതിന് 100 രൂപയാവും. ഇതൊരു പക്ഷേ എയർപോർട്ടിലാണെങ്കിൽ 250 രൂപയാവും. ഡിഫറൻസ് ഇത് സെയിം വെള്ളം തന്നെയാണ്. അത് എവിടെ ഇരുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രമാണ്. നമുക്ക് വാല്യൂ കിട്ടുന്നില്ലെങ്കിൽ ആ സർക്കിളിൽ നമ്മൾ നിൽക്കാൻ, അല്ല നമ്മൾക്ക് വാല്യൂ തരാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ തൽക്കാലത്തേക്കെങ്കിലും നമ്മൾ ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും എന്നർത്ഥം. നമുക്ക് വാല്യൂ തരുന്ന സർക്കിളിൽ നമ്മൾ നിൽക്കുക. നമ്മുടെ വാല്യൂ അറിയാവുന്നവരുമായിട്ട് സമയം ചിലവാക്കുക. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ ഹയർ ലെവലിലേക്ക് ഉയർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമായിട്ട് സമയം ചിലവാക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക.